അവൻ നായകനവൻ കീടുന്നവൻ നന്ദിയാൽ പാടും ഞാൻ വല്ലഭനേശുവേ നാളെന്നും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ വല്ലഭനേശുവേ നാളെന്നും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ 2025 വർഷം ഫെബ്രുവരി മാസം 16 ഞായറാഴ്ച കർത്താവേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട സഭായോഗങ്ങൾക്ക് ദാനമായി നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷം കർത്താവേ കഴിഞ്ഞ കർത്താവേ 2.5 മാസം ഞങ്ങളെല്ലാം കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ നിലത്ത് കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തു എന്ന പാറയിൽ ഉറപ്പിച്ച് നിർത്തി ഞങ്ങളുടെ നാമേ ഞങ്ങൾക്ക് നൽകിയ നല്ല പാട്ടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ പകൽ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിനായി ബലത്തിനായി കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അനേകം ഈ ലോകം വിട്ടുപോയപ്പോൾ മറ്റനേക രോഗാവസ്ഥയിൽ ഭവനങ്ങളിലും ആശുപത്രി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം സൗഖ്യം ആശ്വാസം ആരോഗ്യം കൽപ്പിച്ചനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. യഹോവ ഈര യഹോവ ശാലോമായി യഹോവ നിസ്യായോക്കി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഓരോ സമയങ്ങളിലും ഞങ്ങളെ താവി മരുഭൂമി യാത്രയിൽ വെളിപ്പെട്ടു വന്ന അങ്ങനെ വൻ ദയോട്ട് വിശ്വസയോട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിശ്വസരായി തീർന്നപ്പോഴും അങ്ങനത്തെ അവിശ്വസനായി ഒരു നല്ല അപ്പനായി ഒരു രക്ഷകനായി ഒരു സഹായകനായി ഞങ്ങളെ വിടുവിച്ച വൻകൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ ദൈവസ്വതി സഭായോഗത്തിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സാക്ഷികൾ പ്രോത്സാഹിപ്പാനൊക്കെ കർത്താവ് നിങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം കുടുംബങ്ങളായി ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജോലി ചെയ്യുന്ന സൗരിമാർക്കായി സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. വരാൻ സാധിക്കാത്ത ഭവനങ്ങളായിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്ത് അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ദൈവജനത്തെ ദൈവസഭയും നയിപ്പാൻ അങ്ങയുടെ ആത്മനിയോഗത്താൽ അങ്ങാക്കി വെച്ച് ഞങ്ങളുടെ ദാസനും ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ കർത്താവിത്വത്തോളം ബലപ്പെടുത്തിയല്ലോ. അങ്ങയുടെ താവെ ആത്മശക്തിയാ നിറച്ച് ഇന്നിയോളം കർത്താവ് നടത്തിയ എല്ലാ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ദൈവസ്ഥനെ അങ്ങയുടെ സമയം വരെ ഒരുമിച്ച് നിന്നത്തെ അധ്വാനിപ്പാൻ പോരാടുവാൻ ദൈവാത്മാവെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ചെയ്യുന്ന സകലത്തിലും അവർ കൃതാർത്ഥരായി തീരുവാൻ സഹായിക്കണമേ. ദൂരസ്ഥലായിരിക്കുന്ന സൗരന്മാർക്കായി സ്തോത്രം. അതാവ് അവിടെ എല്ലാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദേശത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരവെങ്കിൽ താവെ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതാവ് അങ്ങനെ വരവണികൾ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനുവേണ്ടി ഇന്ന് പകർത്തി ഈ സഭായോഗം ഒരു മുഖാന്തരമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകം പാടുള്ള താവ് വിശുദ്ധന്മാരെ അതാവ് സ്ഥല സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അല്പസമയം വീണ്ടും ദൈവസ്ഥനെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹം വിടുതലാക്കി തീർക്കണമേ. അങ്ങനെ ജീവന്റെ വചനം ഞങ്ങൾ ജീവിപ്പിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ സൗഖ്യമാക്കുവാൻ പ്രാപ്തമായ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കേട്ടതെയും അനുസരിപ്പാൻ അത് ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം. ഈ വർഷം ആദ്യമായിട്ടൊരു സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കടന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. ദേവദാസ് നിമിത്തമായി കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സോദരേ, അവൻ്റെ രാജാവിൻ്റെയും യഹോവയാം ദൈവത്തിൻ്റെ ബലത്തെ ഞങ്ങൾ പാടി സ്തുതിക്കും. ഞങ്ങൾ പാടി അവനെ ആരാധിക്കുമെന്ന് സംഗീതക്കാരൻ പറയാണ്. അവൻ്റെ ബലം, കാരണം ബലമുള്ള ഭുജം കൊണ്ടാണ് അവൻ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. ഈ പാപലോകത്തു നിന്നും ശാപലോകത്തു നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചത് ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടാണ് എന്ന് മോശ പലതവണ പറയുന്നുണ്ട്. സ്തോത്രം. ആ ബലത്തെ ഞങ്ങൾ പാടി സ്തുതിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ട അനുഭവം അതേ നിസ്സാരമല്ലായിരുന്നു. ദൈവം ബലമുള്ള ഭുജം കൊണ്ടാണ് നമ്മളെ വിടുവിച്ചത്. അതോർത്ത് അവനെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഈ വിശ്വാസ ജീവിതം വന്നപ്പോഴും അല്ലെങ്കിൽ ഈ മരുഭൂമി യാത്രയിൽ അതേ ശത്രുവിന് മുമ്പാകെ ഓരോ ദിവസം മേശ ഒരുക്കിക്കൊണ്ട് തന്നെ ബലമുള്ള ഭുജം തൻ്റെ ജനത്തിനു വേണ്ടി, ഓരോ കുടുംബത്തിനു വേണ്ടി, ഓരോ വിശ്വാസിക്ക് വേണ്ടി, ഓരോ ഭക്തന് വേണ്ടി കർത്താവ് ഇന്നും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ബലം,
മാത്രമല്ല രോഗികൾക്ക് ആവശ്യമുള്ള ബലം, ഹല്ലേലൂയ, തൻ്റെ അതേ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക് അവർക്ക് അതേ ബലം ഉണ്ടെങ്കിലും ദൈവം അവർക്ക് ബലം കൽപ്പിച്ചാലേ അവർക്ക് യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിക്കുള്ളൂ എന്ന വചനം നമ്മൾ നന്നായി പഠിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാകുന്നു. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും അതേ ജോലി ചെയ്യുവാനും അതിനാവശ്യമുള്ള ബുദ്ധിയും ആ ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടെങ്കിലേ അത് സഫലമായി തീരത്തുള്ളൂ. സ്തോത്രം അല്ലേ? സോറിമാർക്കറിയാം. സ്തോത്രം. അവർ അത് അടുക്കള ജോലി ചെയ്യുമ്പോൾ ചോറ് വെച്ചാലും ബിരിയാണി വെച്ചാലും എത്ര രുചികരമായ പാചകം ചെയ്യുന്ന ആളായാലും ദൈവത്തിൻ്റെ കരം കൂടെ ഇല്ലെങ്കിൽ ആ രുചി പോകും. സ്തോത്രം. സഹോദരന്മാർക്കും അറിയാം, ഏത് ജോലി, ലോകത്തിലെ ഏത് ജോലി അത് ജോലിക്കാർക്കും ഹല്ലേലൂയ അവർക്ക് അത് ആരോഗ്യം മാത്രം പോരാ, ബുദ്ധി മാത്രം പോരാ, ദൈവത്തിൻ്റെ കരം കൂടെ വേണം. പക്ഷേ അല്ലാതെ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അത് ബൈബിൾ വ്യക്തമായി പറയുന്നു. ദൈവത്തെ കൂടാതെ അതേ ജീവിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹമാണ്. ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം ഇല്ലയെന്ന് പറയുന്ന മൂടന് കൂടുതൽ ബുദ്ധിയാ, കൂടുതൽ അവനെ ലോകം അതേ ഗമനിക്കുന്ന, അവനെ ലോകം അതേ അവരെ പുകഴ്ത്തുന്നു. സ്തോത്രം. എന്നാൽ ഒരു ഭക്തനായവനെ, പ്രൈസ് ദി ലോർഡ്, യഹോവയിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തെ, തൻ്റെ ഭക്തനെ അറിയുന്നവൻ അത് നമുക്കുണ്ട്. സർവശക്തനായ ദൈവം, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം അതേ പറയാണ്, ഞാൻ അവനെ അറിയുന്നു. നമ്മളെ നന്നായി അറിയുന്ന ദൈവം. സ്തോത്രം. അതേ ലോകത്തെ പല പല അതേ സംഭവങ്ങൾ ഹല്ലേലൂയ കണ്ടുപിടിച്ചവരുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതേ ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ബുർജ് ഖലീഫ കഴിഞ്ഞ അടുത്ത സൗദിയിൽ പണിതുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന ബുർജ് ഖലീഫ ഏറ്റവും വലിയ കെട്ടിടമാകുന്നു. എന്നാൽ അതിന് പണിതവൻ, അതിന് ബുദ്ധി, അത് തൻ്റെ ബുദ്ധി കൊണ്ട് അതിനെ അത് വിഭാവനം ചെയ്ത് അത് യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ, ആർക്കിടെക്റ്റ് ആയാലും എഞ്ചിനീയർ ആയാലും ഹല്ലേലൂയ, അവരെ ദൈവത്തിന് അറിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മെ ഒന്നും ചെയ്യാത്ത, വലിയ വൻകാര്യങ്ങളൊന്നും ചെയ്യാത്ത നമ്മെ നമ്മുടെ ഭവനത്തിൽ അറിയുന്ന ദൈവം, നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ സേവിപ്പാൻ, ആ സ്വർഗീയ വിളിയാൽ, ആ പരമ വിളിയാൽ, ആ വിശുദ്ധ വിളിയാൽ, പൗലോസ് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ വിളിയാൽ നമ്മൾ വിളിച്ച് വേർതിരിച്ച് ഇന്ന് പകലും പ്രഭാതത്തിൽ അലാം കേട്ടുകൊണ്ടോ, ഭാര്യ ഭർത്താവിനെയോ, ഭർത്താവ് ഭാര്യനോ, മക്കള് അപ്പനമ്മമാരെയോ, അപ്പനമ്മമാർ നിങ്ങളെ വിളിച്ചുകൊണ്ടല്ല, യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. കർത്താൻ ആത്മാവ് നമ്മുടെ ഈ ദിവസങ്ങൾ നമ്മളെ അതേ അന്ത്യത്തോളം നമുക്ക് ലഭിക്കപ്പെട്ട ആരോഗ്യത്തിൽ അവനെ മഹത്വപ്പെടുത്താൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നാം ക്ഷീണിക്കുമ്പോൾ, വാക്യം വായിച്ചല്ലോ, അത് ക്ഷീണിച്ചിരിക്കുന്ന ബലം കൽപ്പിക്കുന്ന ദൈവം. യൗവനക്കാർ ക്ഷീണിച്ചു പോവും, ഇടറിപ്പോവും, പക്ഷെ ഇടരാതെ നിലനിൽപ്പാൻ ഒരു ദൈവഭക്തന് മാത്രമേ കൃപയുള്ളൂ. അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെ, ഇന്ന് പകൽ പ്രഭാതത്തിൽ ഈ സ്റ്റാറ്റസിൽ വാക്യങ്ങളാൻ വേണ്ടി പെട്ടെന്ന് സ്തോത്രം വായിച്ച എന്നെ സ്പർശിച്ചൊരു വാക്യം അത് വായിച്ച് വേറൊരു വാക്യത്തോട് ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ വേഗം ഓർപ്പിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ഉൽപ്പത്തി 1:4 അത് അവിടെ വാക്യം പറയുന്നത്, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ട് ആ ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. സ്തോത്രം. അപ്പൊ ദൈവം പറയാണ്, ഹല്ലേലൂയ, എന്താണ്? ഞാൻ ഉണ്ടാക്കിയ വെളിച്ചം നല്ലതാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? വെളിച്ചത്തെയും ഇരുളിനെയും വേർപിരിച്ചു. അപ്പൊ ജീവിതത്തിൽ ചില പിരിക്കുന്ന അനുഭവങ്ങൾ ദൈവത്താലാണ് സംഭവിക്കുന്നത്. സ്തോത്രം. വേർപിരിക്കുന്ന വേർപാടുണ്ട്, മരണം, അതും ദൈവത്താലാണ്. തൻ്റെ ഭക്തന്മാരെ അത് വേർപാടിൽ യഹോവ പ്രസാദിക്കുന്നു എന്നാണ്. കാരണം അപ്പൻ കാത്തിരിക്കുകയാണ്, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് വരുന്ന. നമുക്ക് ഭയവും പേടിയൊക്കെയാ, താല്പര്യ കുറവാ, മരിച്ചു പോകാൻ വേണ്ടിയാ. സ്വന്തം. പക്ഷെ ഒരു കാത്തിരിക്കുന്ന അപ്പനുണ്ട്, കാത്തിരിക്കുന്ന രക്ഷകളുണ്ട്, കാത്തിരിക്കുന്ന ഒരു മണവാളനുണ്ട്. എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതേ ഈ ആളുകളുണ്ട്. ആര്? അപ്പനുണ്ട്, മണവാളനുണ്ട്, രക്ഷകനുണ്ട്, രാജാതി രാജാവുണ്ട്. എന്തിനു വേണ്ടി? ഈ ദുഃഖങ്ങളെ മറന്ന് അവനോട് കൂടെ ഇരുത്തുവാൻ. വെളിപ്പാട് ദിവസം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. 3:21 നമ്മൾ വായിക്കുന്ന അവനോട് കൂടെ ഇരുത്തുവാൻ. താഴെയല്ല മേളിലല്ല, കൂടെ ഇരുത്തുവാൻ അവൻ ആഗ്രഹിച്ച് ഓരോ നമ്മൾ വാച്ചിൽ നമ്മൾ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ കർത്താവ് സമയം നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് രാകേഷിനെ വിളിക്കേണ്ടത്? എൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല. എപ്പോഴാണ് ശോശാമ്മയെ വിളിക്കേണ്ടതെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ പോകാൻ തിരക്കില്ലാതെ തട്ടി വിടുക. ശോശാമ്മ വരാണെങ്കിലല്ലോ.
എൻ്റെ ഭാര്യ അപ്പോൾ നമ്മളെന്ന സമയം തട്ടി വിടുക. വേറെ വശം റോമാലേഖനത്തിൽ പൗലോസ് പറയാണ്, ഈ ഭൂമി നമ്മൾ ചവിട്ടി കളയുന്ന പുല്ല് ആ പുല്ലും അതിൻ്റെ ആഗ്രഹം എന്താണ്? നാമൊക്കെ ഇവിടെ വിട്ടുപോകണം. കാരണം അവരും ശാപത്തിലാണ്. സ്വതന്ത്രം അവർ ശാപത്തിലായിട്ട് എത്ര നാളായി? അന്ന് പഴം കഴിച്ചു, അമ്മാമ്മ പഴം കഴിച്ചു, അന്നതോടെ അവരുടെ ശാപം തുടങ്ങി. അല്ല, ഭൂമി ശപിക്കപ്പെട്ടു. സ്തോത്രം. അവർ ഇന്നും കാത്തിരിക്കുന്നത് നാമെല്ലാം പോകാൻ. യേശു വന്നാൽ നമ്മൾ പോകും. നാം പോയാൽ അവർക്ക് രക്ഷയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ പഴയതല്ല, പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. പഴയതല്ല, പഴയ വണ്ടിയല്ല, പഴയ വീടല്ല, ഒന്നും പഴയതെല്ലാം പുതിയത്. പുതിയ ആത്മാവ് തന്നു, പുതിയൊരു കൂട്ടത്തെ, സഭയെ നമുക്ക് തന്നു. നമുക്ക് ആർക്കും ഇവിടെ പരിചയമില്ലായിരുന്നല്ലോ, അല്ലേ? ആദ്യമായി വന്നപ്പോൾ ഇത് പുതിയതായിരുന്നു. ഇപ്പോഴാണ് വന്ന് പഴകിപ്പോയി. സ്തോത്രം. പക്ഷെ ആ പഴക്കം മാറണമെങ്കിൽ ആത്മാന പുതുക്കം എന്നൊരു സംഭവമുണ്ട്. ആത്മാന് എന്നും അതേ ആരാധിച്ച് ആത്മാനും ആരാധിച്ചാൽ നമുക്ക് ഈ പഴക്കം മാറും. സ്തോത്രം. അല്ലേ? നമ്മളെന്താ പറയുന്നത്? പഴയ വീട്, പുതിയ വീട് 1 മാസം കഴിഞ്ഞാൽ പിന്നെ അല്ല, 1 മാസമല്ല, അത് കയറി താമസിച്ച അന്ന് മുതൽ പഴയതായി. 1 ദിവസം പഴക്കം. പക്ഷെ ആത്മാന് പഴക്കമില്ല. കാരണം ജീവനുള്ളതാകിയ സ്തോത്രം. ആ ആത്മാവിനെ പ്രാപിച്ച് മുന്നേറാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്ത് വേർപിരിച്ചു. അദ്ദേഹം പുസ്തകത്തിൽ ഒത്തിരി വേർപാടുകൾ, അല്ലെങ്കിൽ മരണത്തിന് വേർപാടല്ല, വേർപിരിച്ച അനുഭവം. മരണമില്ലാത്തൊരു കാര്യം. ഞാൻ പെട്ടെന്ന് വേർപാട് വന്നപ്പോൾ ആ കാര്യം പറഞ്ഞതുള്ളൂ. എന്തിനാ അത്? നമ്മൾ ലോകം വിട്ട് ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു കാര്യമാണ് വേർപിരിയുക. സ്തോത്രം. അബ്രഹാമും ലോത്തും വേർപിരിഞ്ഞു. ബൈബിൾ പറഞ്ഞു അബ്രഹാമും ലോത്തും വേർപിരിഞ്ഞു. 2 കാഴ്ചപ്പാടുള്ളവർ, ഒരു വശത്ത് ഒന്നിച്ചാണ് വന്നത്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ പണം വന്നു, സമൃദ്ധി വന്നപ്പോൾ ലോത്ത് വിട്ടുപോയി. പ്രൈസ് ലോർഡ്. സമൃദ്ധി വന്ന് അവിടെ അടിയുണ്ടായി. അവർ തമ്മിലല്ല, അവർ ജോലിക്കാർ തമ്മിൽ അടിയുണ്ടായി. അപ്പോൾ അടി ഉണ്ടാവും. ഒന്നെങ്കിൽ അവർ തമ്മിലോ നമ്മൾ തമ്മിലൊക്കെ അടി. പണം ഇല്ലാതിരിക്കുന്നത് നല്ലത്. സ്തോത്രം. ആവശ്യമുള്ള കർത്താവ് പറഞ്ഞാൽ അതേ അന്നുള്ള ആഹാരം. പ്രൈസ് ലോർഡ്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വേർപിരിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. ഭാര്യയെക്കുറിച്ച് പറയുന്ന അവളുടെ സ്വന്തം വീട്, നാട്, കൂട് വിട്ട് അവൾ വേർപിരിഞ്ഞ് ഭർത്താവിനോട് നമ്മളൊക്കെ കല്യാണം കഴിച്ചതല്ലേ? ആൻറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കല്യാണത്തിന് നിങ്ങൾ വിശ്വാസ കല്യാണം കഴിച്ചവരൊന്ന് കൈപ്പൊക്കി. എനിക്കറിയാത്തതുകൊണ്ട് ആദ്യം നീ പൊക്കണ്ട, എനിക്കറിയാം. എൻ്റെ ഭാര്യ കൈപോ. നിങ്ങളാരും വിശ്വാസ കല്യാണം കഴിച്ചവരല്ല. ജിൻസും അല്ലേ? പിന്നെ പാസും. സ്തോത്രം. ഞങ്ങൾ 3 കുടുംബമുള്ളൂ. ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തിന് പെന്തക്കോസ്റ്റിലാണ് ജനിച്ചത്. ക്രിസ്ത്യാനിയായിട്ട് CSIയും മർത്തമ്മക്കാരായിട്ടാണ്. പക്ഷേ വിവാഹം കഴിക്കുന്ന സമയത്ത് കർത്താവിനെ കൂട്ടിച്ചേർത്തനായ സ്തോത്രം. അവിടെ പറയുന്നത് അറിയാം, നീയും നിൻ്റെ വീടും കൂടും നാടും വിട്ടിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും. സ്തോത്രം. അപ്പോൾ അവിടെ പിരിയുന്ന അനുഭവമുണ്ട്. വേർപിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പ്രൈസ് ലോർഡ്. നമ്മളെയും അതേ പുതിയ സഭയിലാക്കി വെച്ചപ്പോൾ ലോകത്തെ പിരിഞ്ഞ് ലോകത്തെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മളെ സഭയിൽ കർത്താവ് കൊണ്ടുവന്നതും ഇന്നും നടത്തുന്നതും. അങ്ങനെയാണ് നമ്മൾ നടന്ന് ജീവിക്കേണ്ടത്. അത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഒത്തിരി ഉദാഹരണങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. നാം ഓരോ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോഴാണ് നമുക്കത് ഓരോ ഞാൻ എന്തൊക്കെ മാറ്റേണ്ടത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം എന്താണ്? നാം ലോകക്കാരല്ല, ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നു. സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടെ അവരെല്ലാം ആത്മാവുള്ളവരല്ല, അല്ലല്ലോ, രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതല്ല. പക്ഷെ എന്താണ്? നാം അവരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവരെ പോലെ അല്ല. പിന്നെയോ സ്തോത്രം, ഒരു ഭക്തനായിട്ട് അതേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയായിട്ടാണ് നാം ജീവിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് സഹായം. എന്താണ് സഹായത്തിന്? പരിശുദ്ധാത്മാവുണ്ട്, അതേ പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ദൈവസഭയുണ്ട്. കൂട്ടായ്മ നമ്മൾ ഉപേക്ഷിക്കും തോറും എങ്ങോട്ട് നമ്മൾ പോകുന്നത്? വേറെ കൂട്ടായ്മയിലേക്കൊക്കെ പോകും. ചിന്താഗതികൾ മാറും. സ്തോത്രം. പ്രൈസ് ലോർഡ്. അത് ഇതിനോട് ചേർന്നുണ്ട്. അതുകൊണ്ട് ഒരു മൃഗം നമ്മുടെ ദൈവമക്കളെയും ദൈവസഭയൊക്കെ ഒത്തിരി കാര്യങ്ങളോട് തുലനം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കുതിര. അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 21:31. സദൃശവാക്യങ്ങൾ 21:31 വാക്യം. അവിടെ പറയുന്നത് കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു. കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു. ജയമോ യഹോവ.
അവിടെ ആരാ വായിച്ചു? സഹോദരിമാരെ ഒരാൾ ആരോ വായിച്ചു തുടങ്ങി. വായിച്ചോ. ജയം യഹോവയുടെ കൈവശത്തിലാണ്. ആരും മനുഷ്യന്റെ ബലത്തിലോ അതേ ഊർക്കളിലോ അവൻ്റെ സമൃദ്ധിയിലോ ബുദ്ധിയിലോ ദൈവത്തിന് പ്രസാദമില്ല. ദൈവത്തിന് പ്രസാദമുള്ള താഴ്മയുള്ളവനെ അവൻ ഉയർത്തുന്ന ദൈവം. സ്തോത്രം. ഇവിടെ പറയാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും ജയം യഹോവയുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത്. കർത്താവ് ചിന്തിക്കണം ജയം തരുവാൻ. സ്തോത്രം. കുതിരയെക്കുറിച്ചാണ് എൻ്റെ വിഷയം. എന്താണ് കുതിരയെക്കുറിച്ച് പറയുന്നത്? അവനെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു. ഈ ചമയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുക്കിയ ചമയം തന്നെ ഒരുക്കുക. ചമയെന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് നമ്മുടെ കഥകളിക്ക് ആ വസ്ത്രങ്ങൾ ഉടുക്കുന്ന കാര്യത്തിന് പറയുമ്പോൾ അധികം ഉപയോഗിക്കുന്ന വാക്കാണ് ചമയിച്ചെന്ന്. സ്തോത്രം. നമ്മളെക്കുറിച്ച് അങ്ങനെ അധികം പറയാറില്ല, എങ്കിലും ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ചമയ. അപ്പം അവന് ഒരുക്കിയിരിക്കുന്ന എന്തിനാണ്? ഒരുക്കാണ്. യുദ്ധത്തിന് വേണ്ടി ഒരുക്കുന്നു. എന്തിനു വേണ്ടി? സ്തോത്രം. എന്തിനാ? കാരണം എന്താണ്? യുദ്ധത്തിന് പോകുമ്പോൾ പല കാര്യം സംഭവിക്കുന്നുണ്ട്. ചില ചിന്തകർ പറയുന്നത് ഈ കുതിര അവൻ യുദ്ധത്തിനാണ് പോകുന്നത് അറിയാതിരിക്കാൻ വേണ്ടി അവനെ ചമയിക്കുകയാണ്. ചമയം തന്നെ വരും. നമ്മളിടുന്ന സാധാ ഉടുപ്പ്, സാധാരണ എത്ര പണമുള്ള ഉടുപ്പാണ്, അതിലും വലിയ ഉടുപ്പാണ് അവന് ഉടുപ്പിക്കുന്നത്. ആ ചമയങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട് മുഖപ്പൊട്ടയും ഓരോ കാര്യങ്ങളിട്ട് അത് അവൻ്റെ ചിന്ത അവൻ്റെ രാജാവ് ചിന്തിക്കുന്ന രീതിയിലാണ് ചമയിക്കുന്നത്. പക്ഷെ പോകുന്ന എവിടെയാണ്? യുദ്ധത്തിനാണ്. സ്തോത്രം. യുദ്ധം നിസ്സാര കാര്യമാണോ? അല്ല. യുദ്ധത്തിൽ 3 കാര്യം സംഭവിക്കുന്നു. ഒരു യുദ്ധത്തിൽ പോകുമ്പോൾ എല്ലാവരും ജയിച്ചു വരുന്നില്ല. പകുതി പേര് മരിക്കണമെങ്കിൽ ചിലർ മരിക്കും. ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും മരണമുണ്ടെങ്കിലും യുദ്ധം ചെയ്ത് മരിച്ച നമുക്ക് മുമ്പും ഇന്നും അനേക ദൈവദാസന്മാരുണ്ട്, ദൈവ മക്കളും ഉണ്ട്. അവരാരെയും പേര് എനിക്കോ നിങ്ങൾക്കോ ആർക്കോ അറിയില്ല, ദൈവത്തിനറിയാം. അപ്പം മരിക്കുന്നൊരു അനുഭവം ഉണ്ട് യുദ്ധം ചെയ്ത്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, അതേ ഈ പോകുന്ന കുതിരകൾ അവർ സ്തോത്രം വികലാംഗരായി വരുന്ന അനുഭവം. വികലാംഗരായി വരും. കാലോടിയും 4 കാലമുള്ളൂ. പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ കാലും കൈയും പറയാറുണ്ട്. കുതിരയാണെങ്കിൽ കാലും കൈ പറയാറുണ്ട്. സ്തോത്രം. നായ്ക്ക് കാലും കൈ പറയാറുണ്ടെങ്കിൽ 4 കാലം ഉള്ളൂ. അപ്പോൾ കാലുകൾ ഒടിഞ്ഞു പോകുന്ന അനുഭവം, വികലാംഗത്വം അനുഭവിക്കുന്ന അനുഭവം. ചില സൈന്യങ്ങൾ അവിടെ നിന്ന് ഇട്ടിച്ച് വരും, കാരണം ഗുണവുമില്ല. ചിലർ അതിനോട് താല്പര്യം അനുസരിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരും, അവന് ചികിത്സ ചെയ്യും, ചിലപ്പോൾ സുഖമാവും. എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും പാസ്റ്റർമാർ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, പാസ്റ്റർമാരെ ഭാര്യ ആൻറ്റിമാർ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, മക്കൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അതുപോലെ വിശ്വാസികളിൽ ഭർത്താക്കന്മാർ പോയവർ, ഭാര്യമാർ പോയവർ ഒക്കെയുള്ള അത് വികലാംഗത്വ അനുഭവം പല കുടുംബങ്ങളിലും അന്നും ഇന്നും അനുഭവിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിങ്ങിൽ പറഞ്ഞൊരു വിഷയമായിരുന്നു. ഒരു മോക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ വെളുപ്പിനെയുള്ള സൂം മീറ്റിങ്ങിൽ പറഞ്ഞ അടിമാലി ഭാഗത്ത് 27 വയസ്സുള്ള ഒരു മോള് അവൾ അരയ്ക്ക് താണുപോയി. പക്ഷേ അപ്പനും അമ്മയും മരിച്ചു. 5 വർഷം മുമ്പ് അപ്പനും അമ്മയും മരിച്ചു. 23 വയസ്സുള്ള അവളുടെ ആങ്ങളെയാണ്, വിശ്വാസനാണ്, ആങ്ങളെയാണ് അവളെ നോക്കുന്നത്. കല്യാണം കഴിച്ചില്ല. 23 വയസ്സുള്ള അവന്. ചേച്ചിയെ 27 വയസ്സുള്ള അരയ്ക്ക് കീബോർഡ് തളർന്ന ചേച്ചിയെയാണ് ഇവൻ നോക്കുന്നത്. ഓക്കെ, നമുക്ക് അത്രയൊന്നും കഷ്ടപ്പാടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അവരെ അങ്ങനെ ഉള്ളവരൊന്ന് ഓർത്ത് പ്രാർത്ഥിപ്പാൻ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന മുഴുവൻ നമ്മുടെ വിഷയം പ്രാർത്ഥിച്ചാൽ വലിയ ഗുണമില്ലെന്ന് എനിക്ക് കുറച്ച് നാളായിട്ട് മനസ്സിലാകുന്നുണ്ട്. കുറേ നാളായിട്ട് കർത്താവിന് തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. നമ്മുടെ സഭയുടെ മാത്രമല്ല, നാം ദൈവസ്ഥയിൽ ഇരിക്കുമ്പോൾ നാം അറിയാത്ത പല വിഷയങ്ങൾ ദൈവാത്മാ നമ്മളെ കൊണ്ട് അതേ പ്രാർത്ഥിപ്പിക്കും. അതിലൊന്ന് ചിലപ്പോൾ മലയാളത്തിലല്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങളറിയാത്ത ഞാനും അറിയാത്ത കന്നഡയിലായിരിക്കും, ഹിന്ദി പലർക്കും, പക്ഷേ ഹിന്ദിയിലായിരിക്കും, അല്ലെങ്കിൽ ഒഡിയ ഭാഷയിലായിരിക്കും. അതിനാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവനോ അത് അറിയുന്നില്ല, മനുഷ്യർ അത് അറിയുന്നില്ല. നമ്മൾ അറിയേണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറയാണ് യുദ്ധത്തിന് പോകുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. ബാക്കിയപ്പോൾ മടങ്ങി വരുന്നവരുണ്ട്, വികലാംഗത്വം പ്രാപിക്കുന്നവരുണ്ട്. മാത്രമല്ല ചില കുതിരകളെ അത് വലിയൊരു കൂട്ടത്തെ പുറകെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് വിടുന്നത്, എപ്പോഴാണ് പോകേണ്ടി വരുന്നത് അവർക്കറിയില്ല. പക്ഷെ ഒരുക്കം ഉണ്ട്. സ്തോത്രം.
മാത്രമല്ല ഈ കുതിരയെക്കുറിച്ച് പറയുന്നത്, കുതിര ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണല്ലോ. ഭാരം ചുമക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞത്, അത് നിങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. അവൻ്റെ ഒരു ഭാരം മാത്രമല്ല, അവൻ്റെ ശരീരഭാരം കൂടാതെ അവൻ്റെ പുറത്ത് അവൻ്റെ ഉടമസ്ഥനെ അറിയാം അവന് എത്ര ഭാരം ചുമക്കാൻ പറ്റും. അതനുസരിച്ച് ചുമന്ന് അവൻ പോവുകയാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഭാരം മാത്രമല്ല, നമുക്ക് ഭാരം ഉള്ളപ്പോൾ, നമുക്ക് രോഗമുള്ളപ്പോൾ, നമുക്ക് കടഭാരം ഉള്ളപ്പോൾ, നമുക്ക് വീടില്ലെങ്കിലും, നമുക്ക് മറ്റുള്ള കാര്യം ഇല്ലെങ്കിലും, എന്തൊക്കെ ശൂന്യാവസ്ഥ ഈ ലോകത്ത് നമുക്ക് ഉണ്ടായാലും ആത്മാവിലുള്ള സമൃദ്ധി നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ആ ഭാരം ചുമക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല അത് ക്രിസ്തുയേശുവിൻ്റെ പ്രമാണമാകുന്നു. ക്രിസ്തുയേശുവിന്റെ പ്രമാണമാണ് നിങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഈ മൃഗത്തിന് വേറൊരു സവിശേഷത, കുതിര ഇതിനെ സവാരിക്ക് കൊണ്ടുപോകും. സവാരിക്ക് കൊണ്ടുപോകും. കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ മൂന്നാർ, തേക്കടി പോയതൊക്കെ പിന്നെ കടൽ തീരങ്ങളൊക്കെ ആലപ്പുഴ ഭാഗത്തൊക്കെ പോയാൽ, കോഴിക്കോട് അങ്ങനെയൊക്കെ പോകുമ്പോൾ കടൽ തീരത്തിലൊക്കെ സവാരിക്ക് കൊണ്ടു. അതൊക്കെ കൊച്ചു കുറിയാണ്, വലിയ ശേഷിയൊന്നും ഇല്ലാത്ത എങ്കിലും. അപ്പോൾ സവാരിക്ക് കൊണ്ടു. മാത്രമല്ല കുതിര ഓട്ടം എന്ന സംഭവം, കുതിര ഓട്ടം അത് പന്തയം വെച്ച് പണം വെച്ചാണ് ആൾക്കാർ രസിക്കുന്നത്. സ്തോത്രം. നമുക്കൊരു രസമുണ്ട്, പക്ഷേ ഈ ലോകപ്രകാരം ഉള്ള രസങ്ങളല്ല. ഈ ലോകത്തിൻ്റെ അതേ സംസാരങ്ങൾ, നേരത്തെ ഭാഷ ഓർപ്പിച്ച സംസാരങ്ങളോ അതേ സിനിമയോ അതേ സീരിയൽ കാണുന്നോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്ന നാത്തിലുള്ള രസമല്ല. ഉപരിയായി ബൈബിൾ വചനം പറയും പോലെ സംഗീതകാരൻ പറയാൻ, ഞാൻ അവൻ്റെ വചനങ്ങളിലും അവൻ്റെ പ്രമാണത്തിൽ ഞാൻ പ്രമോദം കണ്ടെത്തും, പ്രമോദിക്കുന്നു, ഞാൻ അവൻ്റെ വചനത്തിൽ രസിക്കുന്നു എന്നാണ് വാക്യങ്ങളുള്ളത്. സ്തോത്രം. അപ്പം നമുക്ക് എവിടെയാണ് രസമുണ്ട്? കൂട്ടായ്മയിലാണ് നമുക്ക് രസമുള്ളത്. അതേ വചനം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് രസമുള്ളത്. ഉപവാസം എടുക്കുമ്പോഴാണ് നമുക്ക് രസമുള്ളത്. കാരണം എന്താണ്? ദൈവത്തോടുള്ള സംസാരങ്ങളും ദൈവികമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുമ്പോൾ ദൈവസ്ഥലി ആ ആത്മബലം പ്രാപിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പോലെ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ലോകത്തിൽ അതെ നിങ്ങൾ കൂട്ടുകാർക്കുള്ള ടെൻഷൻ, പരീക്ഷ എഴുതുമ്പോൾ ടെൻഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടെന്ന് അറിയാം. എങ്കിലും ഇനി ഭാവിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിന് സ്നാനം വിഷയമല്ല. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പേ 2 മാസം മുമ്പെയാണ് അഭിഷേകം പ്രാപിച്ചത്. ആത്മനിർഭർ പ്രാപിച്ച് 2 മാസം കഴിഞ്ഞാണ് സ്നാനപ്പെടാൻ, 1.5 മാസം കഴിയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ദൈവത്തിന് അത് വിഷയമില്ല. ബൈബിളിലും ഉള്ള പ്രമാണം. സ്നാനപ്പെടുന്നതിന് മുമ്പേ അഭിഷേകം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഈ നാളുകൾ പ്രാപിക്കുക തന്നെ വേണം. പ്രാപിച്ചവൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരുടെയും സംസാരം ആ വിഷയം. പോട്ടെ. അപ്പം നമ്മളെ വിളിച്ചത് മാത്രമല്ല കുതിര, അത് അപ്പം നമ്മുടെ രസം ഈ ലോകത്തിലെ എല്ലാ ദൈവിക വിഷയത്തിലാണോ. മാത്രമല്ല ഈ കുതിരയെ അല്ലെങ്കിൽ അവൻ യുദ്ധത്തിൽ പോകുമ്പോൾ അവൻ്റെ ഇടത്തോട്ട് വലത്തോട്ടോ, അത് നമ്മൾ പൊതുവെ ഞങ്ങൾ പാസ്റ്റർമാർ പറയും, ഇടത്തോട്ട് വലത്തോട്ട് ഇരിക്കുന്ന ആളെ നോക്കണ്ടെന്ന്. നോക്കി പോകുമല്ലോ, മനുഷ്യനല്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയിരുന്ന തുള്ളി അങ്ങനെയല്ല എങ്കിലും നമ്മുടെ പൊതുവ തുള്ളി ചാടി കൈ അടിച്ചിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ അനങ്ങാതെ ഇരുന്നാൽ നമ്മൾ നോക്കൂലേ? നമ്മളും ചിന്തിക്കലോ, ഞാൻ ഇത്രയും ഇടിവെട്ടായിട്ട് ഞാൻ ആരാധിച്ചതേ, ആ പുള്ളി ഇതേ കമാന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചില കൺവെൻഷനോ ചിലല്ല കുറച്ച് നാൾ കൺവെൻഷനൊക്കെ പാസ്റ്റർമാർ, ഇന്നലെ ഞാൻ കേട്ടു പാസ്റ്റർമാർ പറയാൻ, ബ്രദറൻകാരുടെ കൺവെൻഷന് പോയാൽ ഒരു പെന്തക്കോസ്തുകാരനെ കാണില്ല. പക്ഷെ പെന്തക്കോസ്തുകാരുടെ ഈ നാളുകളിലെ കൺവെൻഷന് പോകുമ്പോൾ, മീറ്റിങ്ങിന് പോകുമ്പോൾ ബ്രദറുകാരെ ഒത്തിരി നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മിണ്ടുന്നില്ല, കൈയടിക്കുന്നില്ല, അന്യഭാഷയില്ല. പിന്നെ ചെയ്യിപ്പിക്കണം, ഏത് കൊയറ് പ്രാർത്ഥിപ്പിക്കണം, കൊയറ് അടുപ്പിക്കണം, പാസ്റ്റർ ആരാധിച്ചാട്ടെ, അടിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ എന്ന് പാസ്റ്റർ പറയണം. സ്തോത്രം. അപ്പം അതിനെല്ലാം നമ്മൾ വിളിച്ച അപ്പുറത്തും ഇപ്പുറത്തും കുതിര ഓടുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോട്ടമില്ല. കാരണം ഈ മൃഗം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ അവൻ അങ്ങോട്ട് പോകും. നമ്മുടെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. സ്തോത്രം. നമ്മൾ അവരെ നോക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അല്ലേ? നമ്മൾ അയ്യോ അവർ പറഞ്ഞത് ശരിയാണ്, പാസ്റ്റർ വന്നില്ല, അല്ലെങ്കിൽ ആ സഹോദരൻ കൈ തന്നില്ല, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ആണ്. എല്ലായിടത്തും ഉണ്ട്, പ്രശ്നമുണ്ട്. അത് പറഞ്ഞ് വചനപ്രകാരം ശക്തമായി നമ്മൾ പറയത്തില്ല. നമ്മൾ പറയേണ്ട ആളോട് കൂട്ടമായി പറഞ്ഞോ. സ്തോത്രം. ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഭാഷ പറഞ്ഞുകൊണ്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഇവിടെ എല്ലാം ഇപ്പോൾ ഈ സമയങ്ങളെല്ലാം ട്രാൻസ്ഫറിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കാറ് സൂമിലും ചില സഭകൾ പോകുമ്പോൾ പാസ്റ്റർ വന്നിട്ട് 5 വർഷമായി, പാസ്റ്റർ വന്നിട്ട് 5 വർഷമായി, എന്നിട്ടും അമ്മാമ്മമാർ പ്രാർത്ഥിക്കുന്നത് കർത്താവേ അങ്ങയുടെ ഹിതമെങ്കിൽ, അങ്ങ് അയച്ചതെങ്കിൽ. അപ്പോൾ ഈ 5 വർഷമായിട്ട് മനസ്സിലായില്ല കർത്താവ് അയച്ചതാണോ ഇല്ലയോ എന്ന്. 5 വർഷമായിട്ട് പാസ്റ്റർ അവിടെയാണ്, അവർ ഇന്നും പ്രാർത്ഥിക്കുന്നത് അങ്ങ് അയച്ചതെങ്കിൽ പ്രവൃത്തി ചെയ്യണമേ. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് അവരാരും മനസ്സിലാക്കിയില്ല കർത്താവ് അയച്ചതാണോ ഇല്ലയോ എന്ന്. സ്തോത്രം.
ഒരു കാര്യം ഒരു നമ്മുടെ ശൈലി പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവൻ ഇടത്തോട്ട് വലത്തോട്ട് നോക്കിയാൽ നമ്മൾ ചിന്തിച്ചാൽ മതി, ഞാനങ്ങനെ പോകുന്നുണ്ടോയെന്ന്. ഞാനങ്ങനെ ഒത്തിരി പോയിട്ടുണ്ട്. സ്തോത്രം. അങ്ങോട്ട് അതാരും പാസ്റ്ററായാലും ഞാൻ മറ്റൊരു പാസ്റ്റർ നോക്കിയാൽ ഞാൻ വീഴും. പാസ്റ്റർമാരെ നോക്കാനോ സെൻട്രൽ പാസ്റ്റർ നോക്കാനോ അഭിഷേകം എന്ന് പറയുന്നവരെ നോക്കാൻ പോലും അല്ല നമ്മളെ വിളിച്ചത്. PC ചെറിയൻ പാസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ നമ്മുടെ റെജി മാത്യു പാസ്റ്റർ ആയിക്കോട്ടെ. എൻ്റെ ഭാര്യ ഇന്ന് പിന്നെ ഞായറാഴ്ച ഇന്ന് കയറിയില്ല, എന്നും റെജി മാത്യു പാസ്റ്ററിൻ്റെ സൂമിൽ കയറാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന. അവരാരും നോക്കാനില്ല. വചനം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണം അനുസരിപ്പാൻ, ദൈവത്തിൻ്റെ പ്രമാണം ധ്യാനിപ്പാൻ, യേശു ക്രിസ്തുവിനെ നോക്കുവാൻ. സ്തോത്രം. വേറെ ഒരു കാര്യം, അതേ ഒരു സവിശേഷത, ഈ മൃഗം, പൊതുവെ മൃഗങ്ങൾ അങ്ങനെയാണ് എങ്കിലും ഈ കുതിര പുറകോട്ട് പോകാത്തൊരു മൃഗമാണ്. പുറകോട്ട് അവൻ നടക്കാൻ അറിയില്ല. പുറകോട്ട് നോക്കിയാലും പുറകോട്ട് നടക്കാനില്ല. പിന്നെ അതിന് അഭ്യാസം കൊടുത്താലേ പുറകോട്ട് പോവുള്ളൂ. നാമേം വിളിച്ചത് അതേ പുറകിലുള്ള സകലവും അതേ മറന്ന് അല്ലെങ്കിൽ മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടാൻ വേണ്ടിയാ നമ്മളെ ദൈവമക്കളെ നമ്മൾ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. പുറകോട്ട് നോക്കാൻ വേണ്ടിയേ അല്ല, നാം നോക്കി പോകും. പക്ഷെ നോക്കി പോയാൽ അല്ലെങ്കിൽ ലോകത്തിനെ ഭാര്യ പോലെ ആകാതിരിക്കാൻ വേണ്ടി നമ്മളോട് വചനം പുറകോട്ട് നോക്കാതെ മുമ്പോട്ട് നോക്കി അത് ഓടുവാൻ ദൈവാത്മാൻ നമ്മളെ ഈ നാൾ കൂടുതലായി സഹായിക്കട്ടെ. രണ്ടാമത്തെ, ഈ യുദ്ധം പോകുമ്പോൾ അവന് മുമ്പിൽ 1-2 പേരല്ല, അതേ അല്ലെങ്കിൽ സൈന്യം മുഴുവനും കണ്ടിട്ടാണ് ഈ ഓട്ടം ഓടുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ ഓടുന്ന ശോശമ്മാമിയും അതേ തങ്കച്ചായനും ഓടുന്ന ഓട്ടം നോക്കിയിട്ടല്ല ഞാൻ ഓടേണ്ടതും ഞാൻ ഓടുന്നതും. പിന്നെയോ എൻ്റെ മുമ്പിലൊരു വലിയ യുദ്ധമുണ്ട്, എൻ്റെ മുമ്പിൽ വലിയ സൈന്യമുണ്ട്. പക്ഷെ നായകൻ, അതാ പാട്ട്, നായകൻ അവൻ നിർത്തുവാൻ, അവൻ എന്നെ കൊണ്ടുപോവാൻ വിശ്വസനും ബലവാനുമാകുന്നു. ആ നായകൻ വീഴത്തില്ല. യുദ്ധത്തിൽ പോകുന്ന മനുഷ്യർ അവരത് കുതിര ഓട്ടം ചെയ്യുമ്പോൾ അവർ ഒന്നെങ്കിലും വെടിയുണ്ടയോ അല്ലെങ്കിൽ അമ്പ് ചെയ്ത് അവിടെ വീഴും. പക്ഷെ നമ്മുടെ നായകൻ വീഴാത്തവനാകിയാൽ, അവൻ പതരാത്തവനാകിയാൽ, അത് വീഴുന്നവരെ താങ്ങുന്ന ദൈവം വീഴാത്തവൻ നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആണിത്തോടെ നിർത്തുവാൻ കഴിവും ബലവും അതേ ശക്തിയുള്ള ദൈവത്തെ ആരാധിപ്പാം. ആ കർത്താവിനെ അതേ പിൻപറ്റുവാൻ നമ്മളെ വിളിക്കാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ കുതിര പോലെ ഓടുവാൻ, ആ കുതിര പോലെ എന്ന് പറയുമ്പോൾ അല്ല, കുതിരയുടെ ആ സവിശേഷതകൾ മനസ്സിലാക്കി ഓടുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ വീഴ്ത്തുവാൻ ശക്തിയോട് നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി, സമയം കഴിഞ്ഞെങ്കിലും പെട്ടെന്ന് ആ ഒരു കാര്യം കൂടി മാത്രം ഓർപ്പിച്ച്, ഈ വർഷം കുംഭമേള നടന്നു. കഴിഞ്ഞ മാസങ്ങളാണ് കുംഭമേള നടന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ശക്തിയോടെ അതേ കൂടുന്ന ഒരു സ്ഥലമാണ് കുംഭം. ലോകത്തിൽ ഏറ്റവും വലിയ ജനക്കൂട്ടമുള്ള ഒരു സംഭവമാണ് കുംഭമേള. 12 വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. ഈ തവണ അതിൽ അവരുടെ എന്താ ആൾക്കാരെന്താ പറയുന്നത്, സന്യാസിമാർ. ആ സന്യാസിമാർ, സ്തോത്രം, അവരെ എടുക്കുന്ന അവരുടെ വൃതങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം. നഗ്നമായിട്ടാണ് അവരുടെ ജീവിതകാലവും ജീവിക്കുന്നത്. അതും എവിടെ, ഹിമാലയത്തിൽ പോയി അവിടെ വർഷങ്ങളോളം കിടന്ന് അവിടെ മരിക്കുക. അവരുടെ ഭോജനമോ മനുഷ്യൻ്റെ ചുട്ട ആഹാരം, മനസ്സിലാ, ശവങ്ങളെ അവർ ചുട്ടിട്ടാണ് അവർ ഭക്ഷിക്കുന്നത്, അത് ഹോമം കഴിക്കുന്നത്. അത് 12 വർഷം ശേഷം, ഇതിനു മുമ്പുള്ള 12 വർഷവും അതിനു മുമ്പുള്ള 24 വർഷം മുമ്പേ അല്പമായി വീഡിയോകളും ഇതിന് ചിത്രീകരണങ്ങളും അവിടെ മലയാളികളായ പാസ്റ്റർമാർ, അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന പാസ്റ്റർമാർ ആ കാലം 24 വർഷം മുമ്പേ, അന്ന് വാട്സാപ്പൊന്നും കൂടുതലില്ല, അല്ലാത്ത രീതിയിലുള്ള മെസ്സേജ് അയക്കലുള്ളൂ. കൊച്ചു 1 മിനിറ്റ് 1/2 മിനിറ്റൊക്കെ ഉള്ള മെസ്സേജ് അയച്ചിട്ടാണ് ഞാനൊക്കെ അറിഞ്ഞത്. പക്ഷെ ഈ വർഷം അത് വലിയൊരു സംഭവമായി അവർ അന്നും വരുമായിരുന്നു. ഈ 12 വർഷത്തിൽ മാത്രമേ ഇറങ്ങി വരുള്ളൂ. പക്ഷെ ഈ വർഷം അവരെ വ്യക്തമായി അത് സോഷ്യൽ മീഡിയ അവർ ഇൻ്റർവ്യൂ ചെയ്തു, അവർ വെളിപ്പെടുത്തി അവരെ. സ്തോത്രം. അതിനോട് ചേർന്ന് ദൈവമക്കളെ, അടുത്ത 12 വർഷം ആകുമ്പോഴത്തേക്ക് ഇവരുടെ ശക്തി വ്യാപരിച്ച് കർത്താവിന് വരെ താമസം നമ്മളില്ലെങ്കിലും അത് ഉണ്ടായാലും അവർ ശക്തിപ്പെട്ട, അല്ലെങ്കിൽ ദൈവസഭ എടുക്കപ്പെടുന്ന മുമ്പേ ആണെങ്കിലും അവർ ലോകമെമ്പാടും അവർ അറിയപ്പെടുന്ന, അവർ ലോകത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാവും. സ്തോത്രം. അപ്പം നമുക്കെതിരായ ശക്തി ഈ ദേശത്തിൻ്റെ കാരംവലിയിലെ ശക്തി മാത്രമല്ല, കേരളത്തിലെ ഈ ജില്ലയിലെ അതേ അവിടുത്തെ മലയുടെ ശക്തി മാത്രമല്ല, ഇന്ത്യ മുഴുവനുള്ള ശക്തി നമുക്കെതിരായ. ഇത് കൂടാതെ അപ്പോൾ ഒന്ന് മതത്തിൻ്റെ ശക്തികൾ, രണ്ടാമത് രാഷ്ട്രീയ ശക്തികൾ നമുക്കെതിരാ.
നിയമങ്ങൾ നമുക്ക് എതിരാണ്. പക്ഷെ അതിന് നടുവിലും നിൽപ്പാൻ അതെ നമ്മളെ കഴിവുള്ളവനാക്കുന്നത് നമ്മുടെ കർത്താവാകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ആ നായകൻ നമ്മുടെ കൂടെ ഉണ്ട്, അവൻ നമ്മളെ നയിക്കുന്നു. ജയം അവൻ തന്നിരിക്കുക. സ്തോത്രം. ആ ജയം കൈവരിച്ചാൽ മതി. അതിനുവേണ്ടി ദൈവസഭയുടെ അത് കൂട്ടായ്മകൾ മുടക്കാതെ മുന്നേറുവാൻ, നമുക്ക് ഓടുവാൻ അത് ഓട്ടം ഉണ്ട്. അത് ഞാൻ ഓട്ടം തികച്ചെന്ന് പൗലോസ് പറയുന്നത്, പൗലോസ് ചേർന്ന് പറയുവാൻ ദൈവാത്മ നമ്മളെ സഹായിക്കട്ടെ. സമയം നൽകിയ ദേവദാസ് നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഈ മറ്റാരെയും നോക്കേണ്ട ആവശ്യം വിശ്വാസം ജയിക്കുന്നവരായിരിക്കും. അവരെ നോക്കിയാൽ നമ്മൾ വിശ്വാസം തുടങ്ങിയത്, നമ്മൾ വിശ്വാസം തുടങ്ങിയത് കർത്താവ് ആണോ ദൈവത്തെ നോക്കിയാൽ അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ വെടികളോട് കയറി കഴിഞ്ഞാൽ അത് നോക്കി അയ്യോ ഏതേ സഹോദരൻ നമ്മളങ്ങനെ മുൻപിലേക്ക് ആകുന്നുണ്ട്. പിൻപിലുള്ളതെല്ലാം മാറും. മുൻപിലേക്ക് ക്രിസ്തുവിന്റെ പരിശുദ്ധരാകെ നമ്മൾ സന്തോഷത്തിലേക്കാം. ഞാൻ പറഞ്ഞു വേദനകളെ ദുഷിച്ചിടണോ വേണ്ട എന്നുള്ളത് എനിക്ക് മാതൃ വേണോ വേണ്ട എന്നുള്ളത്. എന്നിട്ട് വേണം ദിവസം പ്രൊട്ടക്ഷൻ എടുത്തിട്ട് ഇതിന് പണി കൊടുക്കുന്നതിന് വേണ്ടി ഓഫീസിൽ അപേക്ഷ കൊടുത്തുകൊണ്ട് അവിടെ പോയി ഞാൻ കൂടെ മാറണം വേണ്ട തീരുമാനം.